ഞങ്ങൾ ബസ്സിൽ കയറി. കണ്ണൻ അവിടെ നിൽക്കുന്നുണ്ട്. തനു ഇരിക്കണു. തനു ഞാനും താനും ശ്രീമോളും എന്ത് കോട്ടായി തനുവിന്റെ അച്ഛനെ കണ്ട് സന്തോഷിച്ചിരിക്കുകയാണ്. തനു ബസ് കയറിയ സന്തോഷം. തനു വിളിച്ചു വലിച്ചു കയറ്റി ചുമച്ചുണ്ടാക്കുകയാണ് തനു. തനുവിന്റെ കൂടെ എപ്പോഴും ഞാൻ അങ്ങനെ ഇരിക്കാറില്ലല്ലോ. തനുവിന് അതാണ് ഏറെ സന്തോഷം. ഞാൻ മുമ്പിൽ തനു ബാക്കിലാണ് ഏത് സമയത്തും ഉണ്ടാവുക. അത് മുമ്പിൽ അത് കുട്ടികൾ വണ്ടിയിൽ ഇരിക്കാൻ പറ്റില്ല, കാറിലൊന്നും. അല്ല, അപ്പോൾ സ്റ്റോപ്പ് നിർത്തി. ഞാൻ സ്റ്റോപ്പിൽ കൂടെ ഇറങ്ങും. രണ്ടാമത്തെ ബസ്സിൽ മാറി കയറണം അല്ലേ? സ്റ്റോപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റോപ്പിൽ ഞങ്ങൾ ഇറങ്ങുന്നു. അടുത്ത സ്റ്റോപ്പിൽ നിന്ന് വേറെ ബസ് കയറണം. അത്ര അങ്ങനെയാണ് ഞങ്ങളുടെ പോക്ക്. നല്ല കാലാവസ്ഥ. ഇപ്പം തന്നെ തണുപ്പൊക്കെ തുടങ്ങിയതിനും നല്ല കാറ്റും. തന്നെ നല്ല ഹാപ്പിയാണ്. ബസ്സിൻ്റെ ഉള്ളിലേക്ക് കാണിക്കുമ്പോഴേ നല്ല ഇരുട്ടാണ്. തന്നെ ബസ്സിൽ പോകത്തും. തന്നെ ബസ്സിൽ കയറുമ്പോൾ സന്തോഷമായില്ല. തന്നെ ഞാൻ വന്നിട്ട് ആദ്യം തന്നെ ബസ്സിൽ കയറുന്നത്. ഞങ്ങൾ അന്ന് ദുബായ് തനു എല്ലാവരും ചീത്ത പറയുന്നുണ്ടല്ലോ. തനു എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ പുറലോകം കാണാനാണ്. മറ്റേതൊന്നും കാണില്ലല്ലോ. സന്തോഷത്തിൽ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് കാണും ചെയ്യും. ഇന്നത്തെ പോലീസ് വണ്ടിയാണത്. അതിന് നല്ല ഒച്ചപ്പാടാണ് ബസ്സിൽ. നല്ല ക്ലിയർ അല്ലേ? മറ്റേ ക്ലിയർ ഗ്ലാസിൻ്റെ ഇടയിൽ കൂടെ വേണം ക്ലിയർ കുറവ്. നല്ല ഭംഗി പൂക്കളൊക്കെ നിൽക്കണതാണ്. നല്ലൊരു ഞങ്ങൾക്ക് ഇറങ്ങാനായി അടുത്ത സ്റ്റോപ്പിൽ. തനു ഇറങ്ങാ. തനു നമുക്ക് ഇറങ്ങാം. എന്നെ കൂടെ കൊണ്ടുപോകണേ. ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ പോയി. ഗ്ലാസ് ആയാലും ക്ലിയർ എത്ര തന്നെയുള്ളൂ. നമ്മളെ സെൽഫിക്കാണ് ക്ലിയർ കൂടുതൽ. ഇവിടുത്തെ ബസ് സ്റ്റോപ്പല്ലേ ഇത്? അയ്യടോ, ആ ബ്രിഡ്ജ് കയറിയിട്ട് ഞങ്ങൾക്ക് അപ്പുറത്ത് എത്തിയാലുള്ള അടുത്ത ബസ് അല്ലേ? ഇത് നമ്മളെ കാറിൽ പോകുമ്പോൾ ഇങ്ങനെ കാണലുണ്ടല്ലോ അല്ലേ? മുസഫയ്ക്ക് വളാണ് കണ്ടിട്ട്. ആ NMC മൂന്നാം മാസത്തെ ഫസ്റ്റ് സ്കാനിങ്ങില് കണ്ടത്. കാണാൻ നല്ല ഭംഗിയല്ലേ? നല്ല കാലാവസ്ഥയാണ്. വെയിലുണ്ടെങ്കിൽ ചൂടില്ല. നല്ല രസമാണ്. ഈ ബ്രിഡ്ജ് കയറുമ്പോൾ ഇങ്ങനെ കാണാം അല്ലേ? കണ്ട കൈതയുടെ പോലെ ഉണ്ടേന്. നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ ചെടികൾ വലുതാണ്. ഭംഗിയില്ലേ കാണാൻ? ഉണ്ടല്ലേ? കൈതേ തോന്നൂല്ലേ? കൈതട്ടല്ലേ? നല്ല രസമുണ്ട്. വലിയതായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മളൊരു തോട്ടത്തെ കൈതറ പോലത്തെ കൈതയുണ്ട്. കണ്ടോ?
കൈതച്ചെടി. ഓ എന്ത് ഭംഗിയില മല്ലികപ്പൂ നിക്കണ്. എന്താണ് നിറയെ മല്ലികയാണ് അവിടെ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആ ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്തി. ഇതാണ്ടോ ഈ ബ്രിഡ്ജ് കയറി ഞങ്ങൾക്ക് അപ്പുറത്ത് എത്തിയിട്ട് വേണം ബസ് കയറാൻ. എവിടെന്നാ കയറുക? ലിഫ്റ്റ് ഉണ്ടാവുകൊണ്ട് കോണിയും കൂടെ കയറാതെ കഴിഞ്ഞു അല്ലേ. നേരെ എനിക്ക് പോയി കയറിയത്, അല്ലെങ്കിൽ ഇത് കയറി ഇങ്ങനെ വരണം. അങ്ങനെ ലിഫ്റ്റിലെത്തി. തനു ഇങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിലേക്ക് കയറി. എത്തി 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 എത്തി. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇറങ്ങി. രസം കാണാ. നല്ല എന്താ പറയാ ഹൈവേ കൊണ്ടാവും ഇങ്ങനെ അല്ലേ പാലം. ഓ വരുന്നുണ്ട് വണ്ടികളൊക്കെ. എന്താ സ്പീഡ്. റീമോളൊരു പിന്നെ അതിൽ ഇറങ്ങാനില്ല. വേണ്ട. കോണി ഞങ്ങൾ ഇറങ്ങി. റീമോളെത്തി നോക്കണേ. കിട്ടും കേട്ടോ. അത് അടയണേ ഉള്ളൂ. ഞാൻ നിർത്തി തരുമോ? ഓടിപ്പോയാൽ കിട്ടും. കുറേ ദൂരം ഉണ്ടോ? കുറേ ദൂരം ഉണ്ടോ? തയ്യലായിക്കാ നല്ല ഓടിച്ചെന്നാൽ കിട്ടും. ഓണെങ്കിൽ ഞങ്ങളെ ബസ്സാണ്, പക്ഷേ അതിൽ ഫുൾ ആൾക്കാർ. അതുകൊണ്ട് ഞങ്ങൾ അതിൽ കയറുന്നില്ല. ഞങ്ങളിതാണ് അടുത്ത 15 മിനിറ്റ് കഴിഞ്ഞാൽ അടുത്ത ബസ് വരാം. അപ്പം അതിൽ കയറാന്നുള്ള പ്ലാനിൽ നിന്നു. ഇവിടെ കുട്ടികൾ ഓടാൻ നിൽക്കുന്ന റോട്ടിൽ ഒന്നുകൂടെ ചെല്ല ക്ലിയറിൽ കാണും. കുട്ടികൾ ഓടാൻ നിൽക്കണൊക്കെ ശ്രീമോളെ എന്താണ്? കുട്ടികൾ ഓടണില്ല. അതാ മത്സരമാണ്, പഠിക്കുകയാണ്, ഓടി പരിശീലിക്കുകയാണ്. നല്ല കാറ്റ്, നല്ല തണുപ്പ്, നല്ല ഭംഗിയുണ്ട്. തനുക്കുട്ടന് ഉറക്കം വരൽ തുടങ്ങിയാണ്. പാലം ഇറങ്ങി വന്നു. ടവറെല്ലാം ഭംഗി. ഇപ്പോൾ നല്ല വെയിലിൻ്റെ വെളിച്ചായിരുന്നു അല്ലേ. മേഘങ്ങളും രാത്രിയായ ലൈറ്റിൽ എന്തോ ഒരു ഭംഗിയും കാണാൻ. ഇവിടെ ബസ്സിന് നമ്പറാണ്, പേരല്ല. 405 111. ഇതിൽ സീറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇതിൽ കയറിയിരിക്കണം എന്നുള്ള പ്ലാനിലാണ്. കയറാം അല്ലേ. TTR ആണ് കയറുന്നത്. സ്ത്രീകൾക്ക് സീറ്റ് വേഗം കിട്ടും അല്ലേ. എനിക്ക് സീറ്റ് വേഗം കിട്ടി. TTR വന്ന് സീറ്റൊക്കെ കിട്ടും. വേഗം ആണുങ്ങളൊക്കെ എനിക്ക് നീച്ചാൻ തരും. എനിക്കിരിക്കാതെ ഇവിടെ തന്നെ. അവിടെ ഞാനിവിടെ ഇതൊരു ഭംഗിയല്ലേ. റോട്ടിലൊക്കെ ചെടി നിൽക്കണ കാണാനൊക്കെ. അങ്ങനെ തനുവിനെ ഇങ്ങോട്ട് കൈമാറി. അച്ഛൻ്റെ പടിയിൽ വന്നിരുന്നു. ഉറങ്ങിയില്ല ആള്.
വെള്ള ഗ്ലാസ് കൊണ്ട് വീഡിയോ എടുക്കാൻ സുഖമായി. രാത്രി ടവർ ലൈറ്റ് ഇട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ആകാശം മുട്ടേ നിൽക്കുന്ന ഈ ടവർ കാണാൻ നല്ല ഭംഗിയല്ലേ. 2 ടവറുകൾ. നല്ല അകലത്തിലാണ്, പക്ഷെ നമുക്കത് അടുത്തായി തോന്നും. ഈ രാത്രി ഞാനതിൻ്റെ ഭംഗി കാണിച്ചിട്ടുണ്ട്. നമ്മളൊരു പാലത്തിൻ്റെ അടിയിൽ കൂടെ ഒന്ന് മുകളിൽ കയറി. ഇവിടെ നല്ല പാർക്കിങ്ങിൻ്റെ സ്ഥലമാണ്. ആൾക്കാർ ഇഷ്ടം പോലെ പാർക്കിൽ വന്നിരിക്കുന്നു. എത്രയാണ് കാണാം. അവിടെ കളിക്കാനൊക്കെ ഉണ്ട് കുട്ടികൾക്ക്. ഞായറാഴ്ച കൂടെ അല്ലേ, ആൾക്കാർ വന്നതിൻ്റെ വണ്ടികൾ നിൽക്കുകയാണ്. പാർക്കിലേക്കായി വന്നിട്ടുള്ളത്. ബീച്ചേരി വേണം. ഒരു കാർ. അബുദാബിയിലും ദുബായിലുമാണ് ഏറ്റവും വലിയ വലിയ ബിൽഡിങ്ങുകൾ കാണാം. മുസഫയിലും ഷാബിയിലൊക്കെ അത്ര വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാവില്ല. പള്ളി കാണാണ്ട്. ഇതാണ് നമ്മുടെ മുസഫയിൽ എത്തിയിട്ടുണ്ട്.